കൊൽക്കത്തയിലെ ഹൂഗ്ലി നഗരം. അവിടെയായിരുന്നു ബിസിനസ്സുകാരനായ ശർമ്മയും ഭാര്യ ലക്ഷ്മിയും ഒരേ ഒരു മകളും അടങ്ങുന്ന 3 അംഗ കുടുംബം വളരെ സന്തോഷകരമായി ജീവിച്ചു പോകുകയായിരുന്നു. ലക്ഷ്മിക്ക് അങ്ങനെ കാര്യമായിട്ട് ജോലി കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഭർത്താവ് തന്നെയാണ്. അദ്ദേഹം പലപ്പോഴും ട്രിപ്പിലാണ് കേട്ടോ. മിക്ക സമയങ്ങളിലും വീട്ടിലുണ്ടാവില്ല. അദ്ദേഹം ഓഫീസിൽ പോവും, അത് കഴിഞ്ഞ് ബിസിനസ് ടൂറിന് പോവും. അങ്ങനെ ഒരുപാട് തിരക്കുള്ളൊരു മനുഷ്യനാണ് മിസ്റ്റർ ശർമ്മ. അങ്ങനെ സന്തോഷകരമായി അവർ ജീവിച്ചു പോകണേ. ആയിടക്കാണ് മകളുടെ ബർത്ത്ഡേ ദിവസം വന്നെത്തുന്നത്. ബർത്ത്ഡേ സെലിബ്രേഷന് രണ്ടുപേരും ഒരുപാട് പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. വലിയ രീതിയിൽ തന്നെ ആഘോഷിക്കാൻ തന്നെയാണ് രണ്ടുപേരുടെയും തീരുമാനം. മാത്രമല്ല ബന്ധുക്കളെ വിളിക്കണം, ഫ്രണ്ട്സിനെ വിളിക്കണം, അയൽവാസികളെ വിളിക്കണം, മറ്റ് കൊളീഗ്സിനെ വിളിക്കണം. എല്ലാവരും വിളിച്ചിട്ട് വലിയ പാർട്ടി നടത്താൻ തന്നെയാണ് ഇവർ തീരുമാനം. അങ്ങനെ അതിനായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ഈ സമയത്ത് അവർ ആരംഭിച്ചു കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ ബിസിനസ്സുകാരനായ ശർമ്മയ്ക്ക് പെട്ടെന്നൊരു വളരെ അത്യാവശ്യമായിട്ട് ചൈന വരെ പോകാനുള്ള ഒരു കാര്യം വന്നത്. അദ്ദേഹത്തിന് ഈ യാത്ര മാറ്റിവെക്കാൻ ഒരു നിർവാഹമില്ല. ഭാര്യ ലക്ഷ്മിക്ക് വിഷമമായി. പക്ഷെ വിഷമിച്ചിട്ട് കാര്യമില്ല, നമ്മുടെ ജീവിതോപാധി കൂടിയാണല്ലോ. അപ്പൊ അതിനെ കൂടി പരിഗണിച്ചിട്ട് അദ്ദേഹം പോയിട്ട് വരട്ടെ എന്ന് ലക്ഷ്മി തീരുമാനിച്ചു. അതായത് ബർത്ത്ഡേ സെലിബ്രേഷന്റെ 2 ദിവസം മുന്നേ ശർമ്മ എത്തും. എന്തായാലും ആ സമാധാനത്തിൽ ശർമ്മയെ ഭാര്യ ലക്ഷ്മി യാത്രയാക്കി. ഏതാണ്ട് 5 ദിവസം കഴിഞ്ഞ് അദ്ദേഹം എത്തും. അപ്പോഴേക്കും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കണം. ഒരു സമയം പോലും ലക്ഷ്മി കളഞ്ഞില്ല. ഉടൻ തന്നെ ഫോൺ എടുത്തിട്ട് ഓൺലൈൻ ഷോപ്പ് ചെയ്തു. കുറച്ച് അലങ്കാര വസ്തുക്കള്, ബലൂണ്, അങ്ങനെയുള്ള സെലിബ്രേഷന് വേണ്ട എല്ലാ സാധനങ്ങളും ഓൺലൈൻ വഴി ഓർഡർ ചെയ്തു. ഒട്ടും വൈകില്ല കേട്ടോ. ഏകദേശം 4 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് തന്നെ ഡെലിവറി സാധനം വീട്ടിലെത്തി. വളരെ സന്തോഷം. 4 ദിവസം കൊണ്ട് സെലിബ്രേഷന് വേണ്ട എല്ലാ സാധനങ്ങളും ഇതിനോടകം തന്നെ ലക്ഷ്മിയുടെയും വീട്ടിൽ എത്തിക്കഴിഞ്ഞു. ലക്ഷ്മിക്ക് ഭയങ്കര സന്തോഷമായി. ഡെലിവറി ബോയ് വളരെ പൊളൈറ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. അദ്ദേഹം വളരെ ഫ്രണ്ട്ലിയാണ്. ഇത്രയും കഷ്ടപ്പെട്ട് കൊണ്ടുവന്നതല്ലേ. ലക്ഷ്മി അദ്ദേഹത്തോട് അകത്ത് കയറി ഇരിക്കാൻ പറഞ്ഞു. സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചു. അതിന്റെ ബാക്കിയുള്ള പേയ്മെന്റ് ഒക്കെ അപ്പോൾ തന്നെ നൽകി. അങ്ങനെ ഇരിക്കുകയാണ് ഡെലിവറി ബോയ് ലക്ഷ്മിയോട് ഒരു കാര്യം ആവശ്യപ്പെടുന്നത്. മാഡം ഒരു ഡയറക്റ്റ് റിവ്യൂ തന്നാൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മെച്ചം കമ്പനിയിൽ നിന്ന് ലഭിക്കും. മാഡം ഒന്ന് സഹകരിക്കാമോ? അപ്പൊ ലക്ഷ്മി പറഞ്ഞു, എന്ത് വേണം? സഹകരിക്കാമോ, അതിനെന്താ പ്രശ്നം, എന്താ ഞാൻ ചെയ്യേണ്ടത്? ഉടൻ തന്നെ ഡെലിവറി ബോയ് പറഞ്ഞു, മാഡം താങ്കളുടെ നമ്പർ എനിക്കൊന്ന് തരണം. എൻ്റെ കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് മാഡത്തെ വിളിച്ച് എൻ്റെ സർവീസിനെ കുറിച്ചുള്ള ഒരു എൻക്വയറി നടത്തും. മാഡം നല്ല റിപ്പോർട്ട് നൽകിയാൽ എനിക്ക് അത്യാവശ്യം സാമ്പത്തികമായിട്ടുള്ള മെച്ചങ്ങളൊക്കെ ഉണ്ടാക്കും. ഒരുപാട് കഷ്ടപ്പാടിലാണ് ഞാൻ. ഇതൊക്കെ തന്നെയാണ് ആകളുടെ വരുമാനം. ഇത്തരത്തിലുള്ള സെന്റിമെന്റ്സ് ഒക്കെ അടിച്ചപ്പോൾ ലക്ഷ്മിക്കും തോന്നി, എന്താണ് നമുക്ക് നഷ്ടമില്ലാത്തൊരു ഉപകാരമല്ലേ, ചെയ്തു കൊടുക്കാം. സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ പലപ്പോഴും ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. നമ്മൾ നല്ല റിവ്യൂ കൊണ്ട് അദ്ദേഹത്തിന് ഡെലിവറി ചെയ്യുന്ന ആൾക്ക് എന്തെങ്കിലും ഗുണം ലഭിക്കുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്നാണല്ലോ നമ്മളൊക്കെ കരുതുക. അങ്ങനെ തന്നെയാണ് ലക്ഷ്മിയും കരുതിയത്. അത് കരുതിക്കൊണ്ട് തന്നെയാണ് ലക്ഷ്മി ഈ ഡെലിവറി ബോയ്ക്ക് നമ്പർ കൊടുത്തത്. എന്തായാലും ഡെലിവറി ബോയ്ക്ക് വളരെ സന്തോഷമായി, ലക്ഷ്മിക്കും സന്തോഷമായി. വിചാരിച്ച ദിവസത്തേക്കാൾ മുന്നേ തന്നെ ഓർഡർ ചെയ്ത സാധനങ്ങൾ വീട്ടിലെത്തിയിരിക്കുന്നു. എന്തായാലും ലക്ഷ്മി ഏറെ സന്തോഷവതിയാണ്. അങ്ങനെ ഇരിക്കുകയാണ് അന്ന് വൈകുന്നേരം ലക്ഷ്മിക്ക് ഒരു കോള് വരുന്നത്. അപരിചിതമായ ഒരു നമ്പറാണ്. ആദ്യഘട്ടത്തിൽ ലക്ഷ്മി ഫോൺ എടുത്തില്ല. അപരിചിതമായ നമ്പറാകുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയൊക്കെയാണല്ലോ, ഫോൺ എടുത്തില്ല. പിന്നെയും കോള് വന്നപ്പോൾ ലക്ഷ്മിക്ക് എടുക്കേണ്ടി വരും. ആരാന്നൊന്നും അറിയണമല്ലോ. അപ്പൊ എന്തായാലും ലക്ഷ്മി ഫോൺ എടുത്തു. ഫോൺ എടുത്തപ്പം അപ്പുറത്ത് ഒരു പുരുഷൻ, വീഡിയോ കോളാണ്. അപ്പുറത്ത് ഒരു പുരുഷൻ. അദ്ദേഹം ചോദിച്ചു, മാഡം ഞങ്ങൾ ഇന്ന കമ്പനിയിൽ നിന്നാണ്, ഞങ്ങളുടെ ഒരു ഡെലിവറി ബോയ് ഇന്ന ദിവസം അവിടെ വന്ന് താങ്കൾക്ക് ഡെലിവറി ചെയ്തിരുന്നു, എന്താണ് അദ്ദേഹത്തിന്റെ സർവീസിനെ കുറിച്ചുള്ള അഭിപ്രായം? എന്തായാലും ലക്ഷ്മി കുറച്ചില്ല കേട്ടോ. ആ ഡെലിവറി ബോയെ കുറിച്ച് പുകഴ്ത്തി സംസാരിച്ചു. എന്തെങ്കിലും 10 രൂപ കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് സഹായത്തായാലായിരിക്കണം, തന്നെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന മനസ്സുകൊണ്ടായിരിക്കണം ലക്ഷ്മി അത്തരത്തിൽ സംസാരിച്ചത്. വിളിച്ച ആൾക്ക് വളരെ സന്തോഷമായി, ലക്ഷ്മിക്കും സന്തോഷമായി. അല്പം കൂടി കഴിഞ്ഞ് ഏകദേശം രാത്രിയിലേക്ക് പ്രവേശിച്ചപ്പോഴേക്കും ലക്ഷ്മിയുടെ വാട്സപ്പിലേക്ക് ഒരു വീഡിയോ വന്നു. ലക്ഷ്മിക്ക് നമ്പർ മനസ്സിലായില്ല. ലക്ഷ്മി അതുകൊണ്ട് തന്നെ അത് ഓപ്പൺ ചെയ്തില്ല. പിന്നെയും ഒരു വീഡിയോ വന്നു. ലക്ഷ്മി ആലോചിച്ചു, ഒരു പക്ഷേ ഭർത്താവായിരിക്കാം, വിദേശത്ത് പോയതല്ലേ, അപ്പോൾ ആരെങ്കിലും നമ്പറിൽ നിന്ന് വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വിളിക്കുന്നതായിരിക്കാം എന്ന് വെച്ച് ആ വീഡിയോ ഓപ്പൺ ചെയ്തു. വീഡിയോ ഓപ്പൺ ചെയ്ത ലക്ഷ്മി ഞെട്ടിപ്പോയി. എന്താണ് വീഡിയോയിൽ കണ്ടന്റ് എന്നറിയോ? ഒരു പുരുഷനും ഒരു സ്ത്രീയും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന രംഗങ്ങൾ. ലക്ഷ്മി സൂക്ഷിച്ചു നോക്കി. ആ സ്ത്രീയുടെ മുഖം എവിടെയോ കണ്ട് നല്ല പരിചയമുണ്ട്. ലക്ഷ്മി ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിയപ്പോൾ
അത് ലക്ഷ്മി തന്നെയാണ്. ലക്ഷ്മി ഞെട്ടിപ്പോയി, ഷോക്കായി പോയി. ഇതെന്താണ് ഈ സംഭവിക്കുന്നത്? ലക്ഷ്മിയെ പോലെ ഒരു സാധാരണ വീട്ടമ്മ ഒരിക്കലും ഇത്തരം പ്രവൃത്തി ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? ലക്ഷ്മി ആകെ ഷോക്കായി പോയി. ഈ വീഡിയോ കണ്ട ഉടൻ തന്നെ ഒരു 2 മിനിറ്റ് കഴിഞ്ഞ പാടെ ലക്ഷ്മിക്ക് അതേ നമ്പറിൽ നിന്ന് ഒരു കോൾ വരുന്നു. മാഡം, കഴിഞ്ഞ ദിവസം അവിടെ ഡെലിവറിക്ക് വന്ന ബോയിയാണ് ഞാനാണ് ഈ വീഡിയോ താങ്കൾക്ക് അയച്ചത്. താങ്കൾക്ക് ഞങ്ങളെ കമ്പനി സ്റ്റാഫ് വീഡിയോ കോൾ ചെയ്തപ്പോൾ താങ്കളുടെ കോൾ ഞങ്ങൾ റെക്കോർഡ് ചെയ്ത് വെക്കുകയും അതുവഴി AI സാങ്കേതിക വിദ്യയിലൂടെ ഇത്തരത്തിൽ ഒരു അശ്ലീല വീഡിയോ നിർമ്മിക്കുകയും ചെയ്തു. അതാണ് ഇപ്പോൾ താങ്കൾ കണ്ടത്. മാഡം, ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ആവശ്യപ്പെടും. അതിനുമായി മാഡം സഹകരിക്കണം. അല്ലാത്ത പക്ഷം ഈ വീഡിയോ ഭർത്താവിന് ഞങ്ങൾ അയച്ചു കൊടുക്കും. ഏറെ സുഖകരമായി ജീവിക്കുന്ന മാഡത്തിൻ്റെ ജീവിതം അതോടുകൂടി തകർന്ന് തരിപ്പണമാവും. ലക്ഷ്മി ഞെട്ടിപ്പോയി. എന്തു ചെയ്യും? മനസ്സാ വാച അറിയാത്ത ഒരു കാര്യത്തിനാണ് ലക്ഷ്മി ഇത്തരത്തിൽ ഫോഴ്സ് ചെയ്യപ്പെടുന്നത്. ഇതൊരു ഡീപ് ഫേക്ക് വീഡിയോ ആണെന്ന് എങ്ങനെ ആളുകളുടെ കൺവിൻസ് ചെയ്യിപ്പിക്കും? ഒരു വീട്ടമ്മ കൂടിയായ ലക്ഷ്മിക്ക് ഇതിനെപ്പറ്റി വലിയൊരു ധാരണ ഇല്ലവാനും. എന്തു ചെയ്യും? ലക്ഷ്മി ആകെ ത്രിശങ്കുവിലായി. ഡെലിവറി ബോയ്ക്ക് എന്തെങ്കിലും സാമ്പത്തികമായി ലാഭം കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ, ആർക്കും നഷ്ടമില്ലാത്ത ഉപകാരമല്ലേ എന്നും പറഞ്ഞ് ലക്ഷ്മി ചെയ്ത കാര്യത്തിനാണ് ലക്ഷ്മി ഇപ്പോൾ ബലിയാടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ നമ്പറിൽ നിന്ന് ഒരിക്കൽ കൂടി അല്പം കഴിഞ്ഞ് കോൾ വന്നു. കോൾ എടുത്തപ്പോൾ അങ്ങേ തലക്കൽ, മാഡം, എൻ്റെ പേര് വിശാൽ എന്നാണ്. വിശാൽ എന്നാൽ നേരത്തെ സാധനം കൊണ്ടുവന്ന ഡെലിവറി ബോയുടെ പേരാണ്. അദ്ദേഹം പറഞ്ഞു, മാഡം, ഞാൻ വിശാലാണ്. നാളെ രാത്രി ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും മാഡത്തിൻ്റെ വീട്ടിലേക്ക് വരും. ഞങ്ങളുമായി ശാരീരികമായി ഒന്ന് സഹകരിക്കണം. എന്നാൽ ഉടൻ തന്നെ ഞങ്ങൾ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നതാണ്. ഒരു വീട്ടമ്മ, സാധാ വീട്ടമ്മ എന്ത് ചെയ്യുമെന്ന് പറ ഈ അവസരത്തിൽ? വേറെ ഒന്നും ചെയ്യാനില്ല. ഭർത്താവിനോട് പറഞ്ഞാൽ അദ്ദേഹം വിശ്വസിക്കില്ല, നാട്ടുകാരോട് പറഞ്ഞാൽ അവരും വിശ്വസിക്കില്ല, വീട്ടിൽ പറഞ്ഞാൽ അവരും വിശ്വസിക്കില്ല, സഹോദരന്മാരോട് പറഞ്ഞാൽ അവരും വിശ്വസിക്കില്ല. ചുരുക്കി പറഞ്ഞാൽ ഈ ലോകത്ത് ആരും വിശ്വസിക്കില്ല. വാട്സപ്പിൽ അയാൾ അയച്ചു തന്ന വീഡിയോ AI വീഡിയോ ആണെന്ന് പറഞ്ഞാൽ ഒടുവിൽ ലക്ഷ്മിക്ക് ആ 2 പേർക്കും വഴങ്ങേണ്ടി വന്നു. എല്ലാ ബന്ധങ്ങളും കഴിഞ്ഞ് അവർ സോഫയിൽ ഇരുന്നിട്ട് ലക്ഷ്മിയുടെ മുന്നിൽ വെച്ച് തന്നെ ആ AI വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ലക്ഷ്മിക്ക് സമാധാനമായി. പക്ഷേ ഈ ദ്രോഹികൾ എന്ത് ചെയ്തു എന്നറിയാം നിങ്ങൾ? ആ വീഡിയോ ഡിലീറ്റ് ചെയ്തെങ്കിലും നിലവിൽ അവർ ബന്ധപ്പെട്ടൊരു വീഡിയോ ഉണ്ടല്ലോ, അത് അവർ റെക്കോർഡ് ചെയ്തിരുന്നു. തുടർച്ചയായി ലക്ഷ്മിയെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. ഇതേ ആവശ്യങ്ങൾ പറഞ്ഞ് വിശാലും അദ്ദേഹത്തിന്റെ വ്യത്യസ്ത കൂട്ടുകാരും തുടർച്ചയായി ലക്ഷ്മിയെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. ഏകദേശം 1 മാസം ലക്ഷ്മി ഇവന്മാരെ കൊണ്ട് കുടുങ്ങി, ഇവന്മാരെ സഹിച്ചു നിന്നു. ഒടുവിൽ ലക്ഷ്മി ആ തീരുമാനമെടുത്തു, പോലീസ് സ്റ്റേഷനിൽ പോകുക തന്നെ, എന്ത് വന്നാലും വേണ്ടില്ല, ഇവന്മാരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. അല്ലാതെ തനിക്കിനി ഒരു സെക്കൻഡ് പോലും ജീവിച്ചിരിക്കാൻ സാധിക്കില്ല എന്ന യാഥാർത്ഥ്യം ലക്ഷ്മി തിരിച്ചറിയുന്നു. ലക്ഷ്മി ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു, പരാതി നൽകുന്നു. പരാതി നൽകിയ സമയത്ത് പോലീസുകാർക്ക് വേണ്ടത്ര താല്പര്യം ഈ കേസിലില്ലായിരുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. ലക്ഷ്മി അവർക്ക് വഴങ്ങി എന്നത് പോലീസിനെ നിരുത്സാഹപ്പെടുത്തിയൊരു കാര്യമായിരുന്നു. എന്തായാലും പോലീസ് അത്ര വലിയൊരു താല്പര്യം ലക്ഷ്മി പരാതി കൊടുത്ത സമയത്ത് എടുത്തില്ല. ശരി, പരാതി ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു, ഞങ്ങൾ അന്വേഷിക്കാം, എന്നിട്ട് വിവരങ്ങൾ അറിയിക്കാം എന്ന് പറഞ്ഞ് ലക്ഷ്മിയെ പോലീസ് തിരിച്ചയച്ചു. ഇത് കഴിഞ്ഞ് അല്പം ദിവസം കഴിഞ്ഞാണ് സമാന രീതിയിലുള്ള നിരവധി പരാതികൾ, നിരവധി സ്ത്രീകൾ ആ പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ്. എന്താണ് സംഭവിക്കുന്നത് പോലീസുകാർക്ക് മനസ്സിലായില്ല. ഈ നാട്ടിൽ എന്താണ് തുടർച്ചയായിട്ടുള്ള ഇത്തരം സംഭവങ്ങൾ? പോലീസുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അടക്കം പറഞ്ഞു. എന്തായാലും പരാതിയുടെ പ്രളയമായതോടെ വളരെ ഗൗരവമായി ഈ കേസിനെ കുറിച്ച് അന്വേഷിക്കാൻ പോലീസ് തീരുമാനിച്ചു. അങ്ങനെ ഡെലിവറി ബോയ് ആയി വീട്ടിലേക്ക് വന്ന വിശാൽ പിടിയിലായി. വിശാലിന്റെ ഫോൺ പരിശോധിച്ച പോലീസ് ഞെട്ടിപ്പോയി. ഒരു വീഡിയോ മാത്രമല്ല, ഏതാണ്ട് 30 വീഡിയോ വിശാലിന്റെ ഫോണിലുണ്ടായിരുന്നു. ഇത്തരത്തിൽ ഡെലിവറിക്ക് പോയ ഓരോ വീട്ടിലെയും സ്ത്രീകളുടെ 30 നഗ്ന വീഡിയോ വിശദമായി വിശാലിനെ പോലീസ് ചോദ്യം ചെയ്തു. തുടർന്ന് വിശാലിന്റെ സുഹൃത്തു കൂടിയായ സുമൻ മണ്ഡലും അറസ്റ്റിലായി. സുമൻ മണ്ഡലിന്റെ ഫോണും പോലീസ് പരിശോധിച്ചു. പക്ഷെ അതിൽ കാര്യമായിട്ട് വിവരങ്ങളൊന്നും ഇല്ലായിരുന്നു. പോലീസാണ് മുതലേ, ചില്ലറക്കാരല്ലേ, അവരുടൻ തന്നെ ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് സുമൻ മണ്ഡലിന്റെ ഫോണ് വിധേയമാക്കി. അന്നേരമാണ് ആ ഫോണിൽ നിന്ന് ഏകദേശം 90 വീഡിയോകളാണ് ഇത്തരത്തിൽ വിവിധ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് വീഡിയോ പോലീസിന് ലഭിക്കുന്നത്.
പോലീസ് ഞെട്ടി വിറച്ചുപോയി. ഈ 2 പേരുടെ ഫോണിൽ മാത്രമായിട്ട് 120 സ്ത്രീകളുടെ നഗ്ന വീഡിയോ ആണ് ഇവന്മാരുടെ കൈവശമുള്ളത്. അങ്ങനെ പോലീസ് ഇവന്മാരെ അറസ്റ്റ് ചെയ്തു, പല വകുപ്പുകൾ ചുമത്തി. ഇന്നും അവർ ജയിലിലാണ്. ഈ സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് മനുഷ്യർക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്യുന്ന ഒരു സാധനമാണ്, അതുപോലെ തന്നെ ഉപദ്രവം ചെയ്യുന്ന ഒരു സാധനമാണ്. അത് പല ആളുകൾ പല രീതിയിലാണ് നമുക്ക് ചുറ്റും ഉപയോഗിക്കുന്നത്. നമുക്ക് ചുറ്റുമുള്ള ഒരു യാഥാർത്ഥ്യം തന്നെയാണത്. ഇന്നത്തെ കാലത്ത് കുറ്റവാളികളുടെ കയ്യിലെ ഏറ്റവും വലിയ ആയുധം തോക്കോ ബോംബോ കത്തിയോ ഒന്നുമല്ല കേട്ടോ, നമ്മുടെ സ്വന്തം മുഖം തന്നെയാണ്. ഒരു നിമിഷത്തെ വിശ്വാസത്തിന്റെ പുറത്ത്, ഒരു നിമിഷത്തെ കാരുണ്യത്തിന്റെ പുറത്ത് നമ്മൾ വിശ്വസ്തയോടെ നമ്പർ കൈമാറുമ്പോൾ അത് പല മേഖലയിലേക്ക് എത്താൻ സാധ്യതയുള്ളതാണ് എന്നുള്ള സാമാന്യ ബോധം നമുക്ക് എപ്പോഴും വേണം. അപരിചിതർക്ക് നമ്പർ കൊടുക്കേണ്ട യാതൊരു ബാധ്യതയും നമുക്കില്ല. അത് കരുണ തോന്നിയിട്ടായാലും കരുണ തോന്നാഞ്ഞിട്ടായാലും, അത് എന്ത് തോന്നിയിട്ടായാലും ആവശ്യമില്ലാത്ത സെന്റിമെന്റ്സ് ഒന്നും നമ്മൾക്ക് കൊണ്ടു നടക്കേണ്ട യാതൊരു ഉത്തരവാദിത്വവുമില്ല. ഡെലിവറി ബോയ്സ് റേറ്റിംഗ് ചോദിച്ചാൽ അത് നിങ്ങൾ ആപ്പ് വഴി ചെയ്യുക. നമ്പർ കൊടുത്ത് റേറ്റിംഗ് കൊടുക്കേണ്ട കാര്യമൊന്നും ആർക്കും എന്തായാലും ഇല്ല. അതുപോലെ തന്നെ അപരിചിതരായ ആളുകളിൽ നിന്നുള്ള വീഡിയോ കോൾ ഒരു വിനോദമെന്ന ആശയത്തിൽ പോലും നിങ്ങൾ സ്വീകരിക്കരുത്. കാരണം ഒരു പക്ഷേ നിങ്ങളുടെ മുഖമാകാം അവരുടെ നാളത്തെ ആയുധം. അതുപോലെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ആരെങ്കിലും നമ്മെ ബ്ലാക്ക്മെയിൽ ചെയ്താൽ ഒരിക്കലും അതിനൊന്നും നമ്മൾ വഴങ്ങരുത്. ബ്ലാക്ക്മെയിൽ പോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക. 1930 എന്നുള്ള ഹെൽപ്പ് ലൈൻ നമ്പർ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും. നിങ്ങൾക്ക് ആ നമ്പറുമായി ബന്ധപ്പെടാം. ഇത്തരം സാഹചര്യങ്ങൾ മുന്നിൽ വരികയാണെങ്കിൽ കാണുന്ന എല്ലാ വീഡിയോയും സത്യമാണെന്ന് വിചാരിക്കരുത്. AI വീഡിയോ എന്ന് പലപ്പോഴും കളവിനെ പോലും സത്യമായാണ് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. സാങ്കേതിക വിദ്യ കുതിച്ചു പായുമ്പോൾ നമ്മുടെ ജാഗ്രതയും അതിനൊപ്പം കുതിച്ചു പായേണ്ടതുണ്ട്. ഒരു മുന്നറിയിപ്പ് മതി ഒരാളെ രക്ഷിക്കാൻ. അത്തരത്തിൽ ആർക്കെങ്കിലും ഉപകാരമാവും എന്ന് കരുതിയിട്ട് തന്നെയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷവും. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഒട്ടുവേഗം തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് വിട പറയുന്നു. നന്ദി.